അടുത്ത കാലം വരെ വളരെ വലിയ ഒരു കാട് പോലെ കിടന്നിരുന്ന ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിലുള്ള വെള്ളച്ചാട്ടങ്ങളും അതുപോലെ പ്രകൃതി രമണീയത കൈക്കൊട്ടി കളിക്കുന്നതായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇത്. ഇതിൻ്റെ കിഴക്കു ഭാഗം ഇന്നും വലിയ കാടുകൾ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, അതിന് പ്രകൃതി വ്യത്യാസം വരാതിരിക്കത്തക്ക വിധത്തിലുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ നല്ലവരായ ജനങ്ങളുടെയും അത്യധ്വാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം ആതിരാപ്പിള്ളി വെള്ളച്ചാട്ടം ലോകപ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങളിൽ തന്നെ ഒന്നാണ്. അതിനെ പരിപൂർണമായും സംഹരിച്ചുകൊണ്ട് അവിടെ ഒരു വൈദ്യുത ഉൽപാദന കേന്ദ്രം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ മാറി മാറി വരുന്ന ദീർഘവീക്ഷണമില്ലാത്ത, പ്രകൃതി സ്നേഹം എന്താണെന്ന് തൊട്ടു തീണ്ടാത്ത രാഷ്ട്രീയക്കാര് അവിടെ ഉൽപാദനത്തിന് വേണ്ടി മാറി മാറി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടുത്തെ പ്രകൃതി സ്നേഹികളും കവികളും കാഥികന്മാരും കലാപ്രേമികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരുടെയും അതിശക്തിയായ പ്രതിഷേധത്തിനെ തുടർന്നോ ഭയന്നോ ഇതേവരെ നടത്തുവാൻ ജലവൈദ്യുത കേന്ദ്രം നടത്തുവാൻ സാധിച്ചിട്ടില്ല. അതിന് എന്നുള്ളത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമായിട്ടാണ് ആദ്യമായി അനുസ്മരിക്കുന്നത്. ഈ ചാലക്കുടി പുഴയുടെ ചാലക്കുടിയുടെ സെന്ററിൽ വരുമ്പോൾ അവിടെ നിന്ന് പടിഞ്ഞാട്ട് പോയി 2-3 കിലോമീറ്റർ പടിഞ്ഞാട്ടു പോകുന്ന റൂട്ടിൽ കൂടി പോയാൽ ഈ ഷാരിക്കൽ ഭഗവതി ക്ഷേത്രം ചാലക്കുടി പിഷാരിക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇതിനെ സാധാരണ പണ്ട് പൂരപ്രേമികളൊക്കെ കാട്ടുപിഷാരിക്കൽ ഭഗവതി എന്നുകൂടി പറഞ്ഞു വരുന്നുണ്ട്. അതില് തീർച്ചയായും അർത്ഥവത്തായി തോന്നാവുന്ന കാര്യം, അവിടം ഒരു കാലത്ത്, ഇപ്പോഴും അധികം ഇല്ലെന്നില്ല, ഭയങ്കര കാട് തന്നെയാണ് എന്നുള്ളതിൻ്റെ പ്രതീതി ഇന്നും ജനിപ്പിച്ചുകൊണ്ടാണ് ആ പ്രദേശം നിലനിൽക്കുന്നത്. ചാലക്കുടി ഒഴുകിപ്പോകുന്ന ചാലക്കുടി പുഴയുടെ വടക്ക് തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് വളരെ അധികം പഴക്കം ഉണ്ടെന്ന് ക്ഷേത്ര സമുച്ചയം തന്നെ കണ്ടാലറിയാം. ഒരു കാലത്ത് വലിയ വിധത്തിലുള്ള ആഘോഷങ്ങളോടും ആർഭാടങ്ങളോടും കൂടി നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഈ ദുർഗാക്ഷേത്രം. ഇവിടെ കാലപ്പഴക്കത്തെ പറ്റി പറയുമ്പോൾ ഇതൊരു പക്ഷേ പെരുമനം ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്ന കാലം മുതൽക്ക് എഴുന്നള്ളിച്ച് പോയിരുന്ന ക്ഷേത്രമാണെന്ന് ഊഹിക്കുന്നു. ആറാട്ടുഴയിൽ പൂരം ആരംഭിച്ച കാലത്ത് പോലും ഈ ക്ഷേത്രം എഴുന്നള്ളിച്ചു വന്നിരുന്നു. ഇതിന് മറ്റൊരു ഉദാഹരണം പറയുവാനുള്ളത്, ഇതിൻ്റെ 4 പുറവും എന്ന് വേണ്ട 2 ഭാഗങ്ങളിലും വടക്കും തെക്കും എല്ലാം ആയി നിരവധി ദുർഗാക്ഷേത്രങ്ങൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ പൂരത്തിലേക്ക് പണ്ട് കാലത്ത് അതിൻ്റെ ആരംഭകാലത്ത് വന്നിരുന്നു എന്നുള്ളത് വളരെ പഴമക്കാർ യുക്തിപൂർവം പറയുന്നുണ്ട്. പിന്നീട് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ തുടർന്ന് പല ക്ഷേത്രങ്ങളും നശിക്കപ്പെടുകയും അതുപോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങളും മുടങ്ങുകയും എല്ലാം ആയതിൻ്റെ ഫലമായിട്ട് ആണ് ആറാട്ടുപുഴയ്ക്കുള്ള പല ക്ഷേത്രങ്ങളും എഴുന്നള്ളിക്കാതിരുന്നതും മറ്റും ചെയ്തത്.
അതിന്റെ ഫലമായി ഇതിന്റെ വടക്ക് ഭാഗത്ത് ആലുവായ്ക്കടുത്ത് കിടക്കുന്നതായിട്ടുള്ള 5 ദേവീദേവന്മാര് ആറാട്ടുപുഴയിലേക്ക് പണ്ട് വന്നിരുന്നുവത്രേ. മാണിക്യമംഗലം, വേങ്ങാലൂര് തുടങ്ങിയ ക്ഷേത്രങ്ങൾ ആറാട്ടുപുഴയിലേക്ക് വന്നിരുന്ന ക്ഷേത്രങ്ങളായിരുന്നുവെന്നും ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന്റെയും അതിക്രമണത്തിന്റെയും നാശത്തിന്റെയും ഫലമായി ക്ഷേത്രങ്ങൾ അവിടെ തന്നെ പോരാൻ നിവൃത്തിയില്ലാതെ പൂരങ്ങൾ മുടങ്ങുകയും പിന്നീട് കാലാന്തരത്തിൽ അവർ അവിടെ തന്നെ പൂരങ്ങൾ സംഘടിപ്പിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും അത്തരം പൂരങ്ങൾ മീനമാസങ്ങളിൽ തന്നെ മീനമാസത്തിൽ തന്നെ നടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ശുഭോദർക്കവും ആശാവഹവുമായ ഒരു നല്ല കാര്യമായിട്ട് വേണം ഭക്തജനങ്ങൾക്ക് കണക്കാക്കുവാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മറ്റ് വടക്ക് ഭാഗത്ത് എന്ന് പറയുന്നത് കൊടകര ഭാഗങ്ങളിൽ നിന്നും ധാരാളം ദേവന്മാര് ഇവിടേക്ക് ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പഴക്കവും തഴക്കവും എഴുന്നള്ളിപ്പും എല്ലാം ഈ ദേവിക്കും ബാധകമായിരുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായും ഉദാഹരണ സഹിതം പറയുവാൻ ധൈര്യപ്പെടാവുന്നതാണ്. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തെ കാണിക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം ഇവിടുത്തെ ക്ഷേത്രവും ക്ഷേത്ര സമുച്ചയവും തന്നെയാണ്. 2000-ൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ക്ഷേത്ര നിർമ്മാണ വാസ്തുകലയുടെ പ്രതിരൂപങ്ങൾ തന്നെയാണ് ഇവിടെയും ഈ ക്ഷേത്രത്തിലും കാണുന്നത്. കലകൾ സത്യങ്ങളാണല്ലോ, അത് യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്നവയും ആണല്ലോ. ആ നിലവാരത്തിൽ ഈ ക്ഷേത്രവും ആ കാലത്തിന്റെയും ആ സംസ്കാരത്തിന്റെയും ആ കലയുടെയും മാതൃകകൾ വിളിച്ചറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ 2 ശ്രീലകങ്ങളാണ് ഉള്ളത്. ഒന്ന് ദുർഗാ ഭഗവതിക്കും കന്യകയായ ദുർഗാ ഭഗവതിക്കും. ആ ദേവിയാണ് ഈ മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു വന്നിരുന്നത്. ആ ദേവി വനദുർഗയായിട്ടാണ് ആദിപരാശക്തിയുടെ ഒരു സാക്ഷാത്കാരമായിട്ടുള്ള സൗന്ദര്യ സ്വരൂപിണിയായ വരദാഭിഷ്ടദായികയായ വിശ്വമോഹിനിയായ ഒരു ദേവിയായിട്ടാണ് ഇന്നും ഈ ദുർഗാദേവി വിരാജിച്ച് പോരുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത കുറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ അതിനുശേഷം ഈ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം നിരവധി കൊല്ലങ്ങൾക്ക് തുടർന്ന് പിന്നിൽ ഇവിടെ മറ്റൊരു ഭദ്രകാളി ക്ഷേത്രവും ഇതിന്റെ അടുത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇവിടത്തെ ഒരു തിരുമേനി എന്നും തിരുമാന്താംകുന്നിലേക്ക് ഭജനം ഇരിക്കുവാനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും തിരുമാന്താംകുന്നി ദേവിയെ ക്ഷേത്ര ദർശനം നടത്തുവാനും പോയിരുന്നു. അദ്ദേഹം വളരെ പ്രായാധിക്യം വന്നപ്പോൾ ഈ ദേവിയെ ഇനി വരാൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ള ആ പശ്ചാത്താപ ദുഃഖഭരിതമായ അപേക്ഷ തിരുമാന്താംകുന്നിലെ ദേവിയോട് അപേക്ഷിച്ചതിന്റെ ഫലമായി ഇദ്ദേഹത്തിന് ദർശനമുണ്ടായി. തിരുമാന്താംകുന്നിലെ അമ്മയായ ഈ ഭദ്രകാളി ഞാൻ അവിടെ തന്നെ എഴുന്നള്ളിക്കൊള്ളാം എന്ന് ദർശനമുണ്ടായതിന്റെ ഫലമായി അവിടെ ഒരു ദേവി പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. തിരുമാന്താംകുന്നിലമ്മ തിരുമേനിയുടെ ഓലക്കുടയിൽ കയറിയാണ് ഇവിടെ വന്നത്.
അദ്ദേഹം തന്നെ ഈ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി. മാത്രമല്ല, ഇവിടം കൊടുങ്ങല്ലൂരമ്മയുടെ ഭദ്രകാളിയുടെ സാന്നിധ്യവും ഉണ്ടെന്നാണ് സങ്കല്പിച്ചു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം വ്യക്തമാകുന്നില്ല. തിരുമാന്താംകുന്നിലമ്മ ഭദ്രകാളിയാണോ? ഒരുപക്ഷെ കൊണ്ടുള്ള ശക്തി സ്വരൂപമായിരിക്കണം ഇവിടെ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യവും ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നതിൽ അപാകതയുണ്ടാകുകയില്ലെന്ന് തോന്നുന്നു. എന്ന് തന്നെയായാലും ഇവിടെ 3 നേരം വിശേഷമായിട്ടുള്ള പൂജകളും അതാത് മാസങ്ങളിലും എല്ലാം വരുന്നതായ വിശേഷാദി ഉത്സവങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ദേവിക്കും ദുർഗയ്ക്കും അതുപോലെ തന്നെ ഭദ്രകാളിക്കും വെവ്വേറെ വിശേഷാദികൾ കൊണ്ടാടുന്നു. ദേവിക്ക് ഭദ്രകാളിക്ക് ഭരണി മുതലായ ദിവസങ്ങളിൽ പ്രാധാന്യമുള്ളപ്പോൾ ദുർഗയ്ക്ക് കാർത്തിക തുടങ്ങിയതായ ദിവസങ്ങൾ, നവരാത്രി, കാർത്തിക തുടങ്ങിയതായ വിശേഷങ്ങൾ ആഘോഷിച്ച് വരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയാവുന്നത് ആറാട്ടുപുഴ പൂരത്തോട് അനുബന്ധിച്ച് നടത്തുന്നതായ വിശേഷാലുള്ള പൂജകളും എഴുന്നള്ളിപ്പും ആറാട്ടുകളും മറ്റും ആണ്. ഇവിടെ മീനമാസത്തിലെ മകീരം നക്ഷത്രമാണ് കൊടിയേറ്റം ആരംഭിക്കുന്നത്. രാവിലെ മകീരം പുറപ്പാട് കഴിഞ്ഞാൽ പൂരാഘോഷത്തിന്റെ ആരംഭമായി. രാവിലെ പുറപ്പെട്ട് പൂരപ്പുറപ്പാട് കഴിഞ്ഞ് ആറങ്ങാവിൽ മലയിൽ ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെയായിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് ആറാട്ട് നടത്തുന്നു. അതിനുശേഷം ആറാട്ട് കഴിഞ്ഞു വന്ന് ഇവിടെ ആറാടിയതിന് ശേഷമാണ് പൂജ നടത്തുന്നത്. അത് പല ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ആർഭാടം പൂരം കഴിഞ്ഞ് ആറാടുന്നതും മറ്റ് ഇടങ്ങളിൽ ആറാട്ട് കഴിഞ്ഞ് പൂരം നടത്തുന്നതും അങ്ങനെ 2 തരത്തിലും കാണുന്നുണ്ട്. ഇവിടെ ആറാട്ട് കഴിഞ്ഞ് ഉച്ചപൂജയോട് കൂടിയിട്ടുള്ള ഒരു ശ്രീഭൂതബലി തുടങ്ങിയവ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ പൂരം നടക്കുന്നത്. പൂരം നാളുകളിൽ ഭദ്രകാളിക്ക് 2 നേരവും ദുർഗയ്ക്ക് 1 നേരം മാത്രവുമാണ് ഇവിടെ പൂജ നിശ്ചയിച്ചിട്ടുള്ളത്. പൂരത്തിന്റെ നാളുകളിൽ മകീരം കഴിഞ്ഞാൽ 7ാം നാളായ ആറാട്ടുപുഴ പൂരം വരുന്നതുവരെ ഏറെക്കുറെ ദിവസേന എന്നോണം ദേവിക്ക് മനകളിൽ പറയെടുപ്പും ഇറക്കിപ്പൂജയും ദേവിമാര് ശാസ്താവിന് ഉപചാരം ചോദിക്കുന്നതിന് മുന്നേ ആറാട്ടുപുഴയിൽ പോയി ആറാടി വന്ന ശേഷം ക്ഷേത്രം പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ഉപചാരം വാങ്ങിപ്പോരുന്നത്. അവിടെ നിന്ന് പിഷാരിക്കൽ ഭഗവതി അവിട്ടത്തൂർ ക്ഷേത്രത്തിൽ നേരെ വന്ന് അവിടെ വിശ്രമിക്കുന്നു. വൈകുന്നേരം വരെ അവിടെ വിശ്രമിച്ച ശേഷം അകമ്പടിയോടുകൂടി വലിയ
താളമേളങ്ങളുടെ ഒത്തൊരുമയോടും കൂടി താലം ഏന്തിക്കൊണ്ട് ഭഗവതിയെ വളരെ ആർഭാടമായ രൂപത്തിൽ എഴുന്നള്ളിച്ച് അവിടെ തന്ത്രിയുടെ അനുവാദത്തോടു കൂടി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ച് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളക്കുമായി വെച്ച് ബ്രാഹ്മണിപ്പാട്ട് തുടങ്ങുന്നു. ബ്രാഹ്മണിപ്പാട്ട് കഴിഞ്ഞ് സാധാരണയുള്ള എല്ലാ ചടങ്ങുകളും നിറവേറ്റി നവകം, ശ്രീഭൂതബലി മുതലായവ എല്ലാം കഴിച്ച് കൊടിക്കുത്തി കഴിച്ച് ദേവി സർവമംഗളസ്വരൂപിണിയായി വരദാഭയദായിനിയായി ഇരിക്കുന്ന ദേവി പ്രകാശസ്വരൂപിണിയായ സൗന്ദര്യസ്വരൂപിണിയായ ക്ഷേമൈശ്വര്യ പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സകല ലോകത്തിനും അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്ന വരദായിനിയായ ഈ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി വിശ്രമിക്കുന്നു. എല്ലാ ചടങ്ങുകളും ഇതോടുകൂടി പൂരത്തിന്റെ അവസാനിക്കുന്നു. പിറ്റേ ദിവസം അടുത്ത ദിവസം അത്തം ദിവസം കാലത്തു മുതൽ അവിടെ ഭദ്രകാളിക്ക് വിശേഷാൽ പൂജകളും സാധാരണ പൂജകളും എല്ലാം നടക്കുന്നു. ആ പതിവനുസരിച്ചുള്ള രൗദ്ര പുഷ്പങ്ങളെ കൊണ്ട് ഭഗവതിക്ക് കാളിക്ക് നടത്താറുള്ള രൂപത്തിലുള്ള എല്ലാ പൂജകളും നിവേദ്യങ്ങളും നടത്തി രാത്രി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അവിടെ അതിഗംഭീരമായ പഞ്ചാരിമേളം തകർത്തതിന് ശേഷം കുട്ടി കലാശിച്ചതിന് ശേഷം ദേവിയെ എഴുന്നള്ളിക്കുന്നു. അതോടുകൂടി ആണ് അവിടെ നടക്കുന്ന ആറാട്ടുപുഴ പൂരത്തിന്റെ ബാക്കി പത്രം പര്യവസാനിക്കുന്നത് എന്നുള്ളത് ഈ ചാലക്കുടി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കണക്കാക്കേണ്ടത്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ രണ്ട് ദേവിമാർക്ക് അടുത്തടുത്തുള്ള ഈ വിശേഷത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളോ പൂരങ്ങളോ അധികം കണ്ടിട്ടില്ല. അത് കാരണത്താൽ ഇവിടുത്തെ പ്രത്യേകത എടുത്തു തന്നെ പറയത്തക്ക വിധത്തിലുള്ള ഒന്നാണ്.